ഇന്ന് നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിലാണല്ലോ. പക്ഷെ ഇന്ന് നമ്മൾ കൺസ്ട്രക്ഷൻ ജോബ് ചെയ്യാനല്ല ഇവിടെ വരുന്നത്. ഇന്ന് വേറൊരു ജോബ് ചെയ്യാനാണ് വരുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? കറക്റ്റ്. ഇന്ന് നമ്മൾ ഡെമോളിഷൻ ജോബ് ചെയ്യാൻ വരുന്നത്. എന്താ ഈ ഡെമോളിഷൻ ജോബ്? ഉണ്ടാക്കിയ സാധനങ്ങൾ ഡിസ്ട്രോയ് ചെയ്യണം. ഓക്കെ, പുള്ളി നമ്മളോട് ചോദിക്കുന്നത്, ഡു യു ലൈക്ക് ഡെമോളിഷിങ് തിങ്സ്? ഓക്കെ, ഹെൽപ്പ് us demolish a house. റൂൾസ് ഭയങ്കര സിമ്പിൾ ആണല്ലോ. ഇതിൽ ഏതെങ്കിലും ഒരു ടൂൾ എടുത്തിട്ട് വീട് പൊട്ടിക്കണം. ഓക്കെ, ജോബ് ആക്സെപ്റ്റ് ചെയ്യാം. ഈസി പണിയാണെന്ന് തോന്നുന്നു. അപ്പം 3 ടൂൾസ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ ബോംബ്, അല്ലെങ്കിൽ താഴെ കിടക്കുന്ന ഈ ഹാമർ, അല്ലെങ്കിൽ ആ ബുൾഡോസർ വണ്ടി. ഓ, കണ്ട ബുൾഡോസർ വെച്ചിട്ട് എന്ത് സ്പീഡിലാ പൊട്ടുന്നത്, എന്ത് ഈസി ആയിട്ടാ പൊട്ടുന്നത്. വീട് അടിപൊളിയായിട്ട് പൊട്ടുന്നുണ്ട്. പക്ഷെ ഫുൾ വീട് നമ്മൾ ബുൾഡോസർ വെച്ച് പൊട്ടിക്കണ്ട. നമുക്ക് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ആ ലെഫ്റ്റ് സൈഡ് കൂടെ ബുൾഡോസർ വെച്ചൊന്ന് പൊട്ടിക്കട്ടെ. അതവിടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്കങ്ങ് ഇറിറ്റേറ്റഡ് ആവുന്നു. ഓക്കെ, പഠിച്ച് ഞാൻ എങ്ങനെയാന്ന്. നല്ല എളുപ്പമുണ്ട് പൊട്ടിക്കാൻ. അത് വീടിന് കാണാൻ നല്ല രസവും ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് ആ ലെഫ്റ്റ് സൈഡിൽ ഇതും നമുക്ക് പൊട്ടിച്ചിട്ട് ഇറങ്ങാൻ നോക്കാം. ഒന്നുകൂടെ ഒന്ന് വീശി എറിയട്ടെ. യെസ്, ഇനിയും നമ്മൾ കുറേ തവണ വീശാൽ ഈ വീട് ഫുള്ള് ഈ ട്രക്ക് വെച്ച് ഡെമോളിഷ് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സാധനം കൂടി വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വണ്ടി ഇടിച്ചാലൊന്നും അത് ഡെമോളിഷ് ആവില്ല, ബോൾ തന്നെ ഇടിക്കണം. നമുക്കിനി അടുത്തത് ഹാമർ. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമല്ലേ, അതുകൊണ്ട് അത് യൂസ് ചെയ്യണ്ട. നമുക്ക് നല്ല ബോംബ് നോക്കിയാലോ? ഇവിടെ അല്ലല്ലോ ബോംബ് എവിടെ? അവരാണെങ്കിൽ റൂൾസിൽ കാണിച്ച് നമുക്ക് ഒന്നെങ്കിൽ ബോംബ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡെമോളിഷൻ ട്രക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹാമർ യൂസ് ചെയ്യാം. പക്ഷെ ബോംബ് നിങ്ങൾ അവിടെ കാണുന്നില്ലല്ലോ. ഇതെന്താ ഈ സാധനങ്ങളൊക്കെ? ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. ഇത് വേറെന്തോ ജോബിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. നമ്മുടെ ഡെമോളിഷൻ ജോബിൻ്റെ ഭാഗമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കണ്ടിട്ട് അതാണല്ലോ ബോംബ്. ഇവിടെ ഏതെങ്കിലും ബട്ടൺ പ്രസ് ചെയ്യണോ? ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ബോംബ് വരും, മറ്റേ ബട്ടൺ പ്രസ് ചെയ്താൽ എക്സ്പ്ലോഡ് ആവും തോന്നുന്നു. അങ്ങനെയാണ് ഡെറ്റനേറ്റർ എന്ന് എഴുതിയിരിക്കുന്ന. ഡെറ്റനേറ്റർ എന്ന് വെച്ചാൽ അത് പ്രസ് ചെയ്യുമ്പോഴാണ് ബോംബ് പൊട്ടുന്നത്. ഒരു ബോംബ് പൊട്ടുന്നത് ഞാൻ കണ്ട്. പക്ഷെ നമ്മുടെ വീടിൻ്റെ ഭാഗത്തൊന്നും അല്ലത്, ഇവിടെ പൊട്ടുന്ന ഞാൻ കണ്ടത്. അപ്പം ബോംബിന് ഈ ഭാഗത്ത് എവിടെയോ ആണ് വന്നതെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ? ഒന്നുകൂടെ നോക്കാം, ബോംബ് വരുന്നുണ്ടോ ഇല്ലയോ നോക്കാം. ബട്ടൺ പ്രസ് ആയില്ല എന്നാണ് തോന്നുന്നത്. നല്ല കറക്റ്റായിട്ട് പ്രസ് ചെയ്ത ബട്ടൺ. കണ്ട, അവിടെ എന്തോ ഒരു സാധനം വന്ന പോലെ എനിക്ക് തോന്നുന്നു. ബോംബ് കിട്ടി. നമ്മുടെ വീടിൻ്റെ അവിടെ കൊണ്ടുവെക്കാം. ഭയങ്കര ഇരുട്ടാണല്ലോ. ഇത് രാത്രിയാണോ വെളുപ്പിനെയാണോ എന്ന് മനസ്സിലാവുന്നില്ല. വെളുപ്പിനെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഡെറ്റനേറ്റർ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഭാഗം പൊട്ടും. ഓ, വീട് പൊട്ടി. ഫുൾ ഡെമോളിഷൻ കംപ്ലീറ്റ് ആയി. ജോബിന് എനിക്ക് എത്ര കിട്ടി? $30 കിട്ടി. എന്ത് സിമ്പിൾ ജോബാ. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒന്ന് ബോംബ് ഇട്ട് പൊട്ടിക്കാൻ വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മളുടെ ഡെമോളിഷൻ ട്രക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് എളുപ്പത്തിൽ ചെയ്യാമെന്ന്. ഈ $30 $30 അത്ര വലിയ പൈസ ഒന്നും ഇല്ല. അത് കൊണ്ടുപോയി നമുക്ക് ATM ഡെപ്പോസിറ്റ് ചെയ്യാം. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ATM ഉണ്ടാവും. ആ ഗ്രീനിൽ കൊണ്ടുവച്ച് നമ്മുടെ അക്കൗണ്ടിൽ പൈസ കയറും. $400 നമുക്കിപ്പോൾ ബാക്കിയുള്ളത്. ഓക്കെ, അവിടെ ഒരാൾ കുറേ നാളായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ സംസാരിച്ച് നോക്കിയിട്ടില്ല. നമുക്കൊന്ന് സംസാരിച്ച് നോക്കിയാലോ, എന്താ അയാൾക്ക് പറയാനുള്ളത് എന്ന്. Hey, listen up. Okay, എന്താ? This race takes you all over the wobbly island. Okay, see if you can make it to the finish line. Okay, അതൊക്കെ എനിക്ക് സിമ്പിൾ അല്ലേ. ഞാൻ എത്ര റേസിങ് കളിച്ചിട്ടുണ്ട്. ഇത് ഫുൾ വോബ്ലിന്റെ ചുറ്റും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഗ്രീൻ കളർ സാധനത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയല്ല തിരിഞ്ഞു പോകട്ടെ. ഓക്കെ, ഈ ബൈക്കാരൊക്കെ ഇവിടെ ആണെന്ന് മനസ്സിൽ
ചേട്ടാ ഈ ട്രക്കും വന്ന് മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ട സമയം എന്തേ പോകുന്നു. ഓ ഭാഗ്യം, ബൈക്കും ട്രക്കും ഒക്കെ കാരണം ഞാൻ വിചാരിച്ചു ഞാൻ തോറ്റത്. എന്തോ ഭാഗ്യത്തിനാ അടുത്ത ലാപ്പിൽ കയറാൻ പറ്റിയത്. ഓക്കെ, നമ്മളുടെ ഇനി അടുത്തത് കുറച്ച് ദൂരെ കാണിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തൊരു മഞ്ഞ കാണുന്നുണ്ട്, അത് പച്ചയാവും. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ. ഇനിയിപ്പം കുറച്ച് സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. റോഡിലൊന്നും വേറെ വണ്ടിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റേസ് എടുത്ത് നമുക്ക് ഈ വോബ്ലി ഐലൻഡ് ഫുള്ളും ചുറ്റി കാണാനാണ് പറയുന്നത്. ഈ റൈറ്റിൽ എന്താ സാധനം, നമ്മൾ ഇതുവരെ വന്നിട്ടില്ലല്ലോ. വോബ്ലി പവർ, വോബ്ലി പവറിൽ നമ്മൾ വന്നിട്ടുണ്ട്. നമ്മളവിടെ ജോലി ചെയ്തായിരുന്നു, വേസ്റ്റ് എടുത്ത് കളഞ്ഞായിരുന്നു, കൊണ്ടുപോയി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് വോബ്ലി പവറിൻ്റെ ഏരിയ ഇത്. ഓക്കെ, ഗാട്ട് ഇറ്റ്. അതാ ഈ ഗ്രീൻ ക്യൂബ്സ്. ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് പോകുമ്പോൾ ആലോചിക്കുന്നത് എന്താ ഈ ഗ്രീൻ പുക പോകുന്നത്. ഇപ്പോഴല്ലേ മനസ്സിലായത് ഗ്രീൻ പുക അവിടുത്തെ വേസ്റ്റ് ആണെന്ന്. ജോലി ചെയ്തപ്പോഴല്ലേ കാര്യം മനസ്സിലായേ. ഈ ട്രാഫിക് ലൈറ്റ്സ് എല്ലാം ഞാൻ തട്ടി താഴ്ത്തിട്ടാണല്ലോ പോകുന്നത്. പോലീസൊന്നും പിടിക്കത്തില്ല എന്ന് വിചാരിക്കാം. ജയിക്കാറായോ എന്തോ. പക്ഷെ ഈ ഐലൻഡ് ഭയങ്കര വലുതായി. ഈ ഐലൻഡ് മൊത്തം ചുറ്റണം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള റേസ് ഒന്നും അല്ലാന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ മാത്രമാണല്ലോ ഈ റേസ്. ഇവിടെ വേറെ ആരെങ്കിലും കൂടെ കൂട്ടിയായിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായേനെ. വേറെ ആരെങ്കിലും തോപ്പിക്കുമ്പോഴാണല്ലോ ഒരു സന്തോഷം. കണ്ട് നമുക്ക് ഷോർട്ട് കട്ട് എടുത്ത് പോവാം. ഷോർട്ട് കട്ട് എടുത്ത് നമ്മളെത്തി. അപ്പോൾ ഫസ്റ്റ് ഗ്രീൻ യെല്ലോ റെഡ് അങ്ങനെയാണ് നമ്മുടെ ലാപ്സ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഏകദേശം തീരാറായി തോന്നുന്നു. പക്ഷെ ഇത് കുറച്ച് ടഫ് റോഡാണ്, ഭയങ്കര വളവും തിരുവുള്ള റോഡ്. അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ച് പോട്ടെ. ഞാൻ അധികം സ്പീഡിലും പോകാൻ പറ്റത്തില്ല, വെള്ളത്തിലെങ്ങനെ വീണാൽ തീർന്ന്. എന്താ നമ്മൾ നല്ലോണം ഡ്രൈവ് ചെയ്യുന്നത്, സേഫായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്, എവിടെ ഇടിക്കാതെ നമ്മൾ പോകുന്നത് കണ്ടോ. ഇതൊന്ന് വേഗം തീർന്നായിരുന്നെങ്കിൽ. എനിക്ക് ഇഷ്ടമല്ല ഈ റേസ് ചെയ്യാൻ. റേസ് ചെയ്താൽ പൈസ ഒന്നും കിട്ടില്ല എന്നാ തോന്നുന്നത്. വെറുതെ ഐലൻഡ് മൊത്തം കാണാന്നുള്ളത്, അത് എന്തായാലും നമ്മൾ കാണുമല്ലേ. ഈ ഐലൻഡിൽ തന്നെയാണോ നമ്മുടെ വീട്. എക്സ്ട്രാ ആയിട്ട് എന്തിനാ ഇപ്പൊ കാണാൻ. ഇപ്പൊ നാളെ വേറെ എപ്പിസോഡിൽ കാണാട്ടോ. ഞാൻ നല്ല വേറെ ജോലി ചെയ്ത് നമുക്ക് കാണാം. ബൈ, സബ്സ്ക്രൈബ് ചെയ്യണേ.